രാവിലെ ആമിയുടെ സ്കൂളിൽ ആനുവൽ ഡേ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ആനുവൽ ഡേ എന്നുള്ള പേര് പാരൻസ് ഡേ എന്നൊരു ചെറിയൊരു പേരായിരുന്നു കേട്ടോ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ക്ലാസ് വൈസ് ആണ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ ക്ലാസ്സിൽ നിന്നുമുള്ള പ്രോഗ്രാംസ് ഓരോന്നിങ്ങനെ നടത്തുമായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമ്മളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നമ്മളൊരു 9:30 ആയപ്പോഴത്തേക്കാണ് സ്കൂളിലേക്കിട്ട് ചെന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പരിപാടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ് വൈസ് ആയതുകൊണ്ട് തന്നെ മൊത്തം 3 പ്രോഗ്രാംസാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ആമിയുടെ ഡാൻസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 3 പ്രോഗ്രാമുകളും കഴിഞ്ഞു കേട്ടോ. ഇപ്രാവശ്യം നമ്മുടെ ഫങ്ഷൻസ് ഭയങ്കര ലളിതമായിട്ടുള്ള രീതിയിലാണ് അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവരുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കൂടെ ഒരുമിച്ച് നിർത്തിയിട്ട് അവരുടെ സ്കൂളിൻ്റെ ആന്തം ആട്ടോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാമൊന്നും അത്ര വലിയ ഗ്രാൻഡൊന്നും അല്ലായിരുന്നെങ്കിലും കുഞ്ഞു പിള്ളേരുടെ ഡാൻസൊക്കെ ആകുമ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. 3 ഡാൻസ് നല്ല ക്യൂട്ട് രീതിയിലായിരുന്നു 3 ഓരോ പ്രസൻറ്റ് ചെയ്തിട്ടായിരുന്നു. ഡ്രസ് വൈസ് ആയാലും അതുപോലെ ഡാൻസ് പെർഫോമൻസും എല്ലാം ആയിട്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ഉഷാമ്മ വന്നിട്ട് കുറച്ച് നേരം കുറച്ച് ചെറിയ ചെറിയ വാക്കുകളൊക്കെ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ ഇവരുടെ ഗ്യാങ് വൈസ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാം എല്ലാം പെട്ടെന്ന് കഴിഞ്ഞത് കാരണം എല്ലാവരുടെയും മുഖത്തൊരു വല്ലാത്തൊരു വൈക്ലഭ്യമായിരുന്നു കേട്ടോ. സാധാരണ പ്രോഗ്രാമിന് സ്കൂളിലെ എല്ലാ കുട്ടികളും ഡാൻസ് ഇരുന്ന് കാണുന്നത് കാരണം അവർക്ക് ആകപ്പാടൊരു വൈക്ലഭ്യമായിരുന്നു. അങ്ങനെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരത്തേക്ക് വീട്ടിൽ വന്നു. ബൈ ബൈ.